കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു MGM സ്കൂളുണ്ട്, കാര്യായിട്ട് MGM സ്കൂൾ. അപ്പോൾ കാര്യായിട്ട് നിന്നും കിടുമാനൂരോട്ട് പോകുന്ന വഴിക്ക് MGM സ്കൂളിനടുത്തായിട്ടുള്ളൊരു തട്ടുകടയിലാണ് കേട്ടോ. ബോർഡ് കണ്ടോ, ദേ തട്ടുകട. നമ്മുടെ ചായയും കടി മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. ദേ തട്ടുകട എന്നുള്ള ബോർഡ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതാണ് കട. ഒരു കൊച്ചു കടയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കട ആയിരിക്കത്തില്ല. ഒരു കൊച്ചു കടയാണ്. ഒരു ചേച്ചി ഒരു ചേട്ടന് മാത്രം നടത്തുന്ന ഒരു കടയാണ്. ഇവിടെ പഴംപൊരി, നമ്മുടെ ഉഴുന്നുവട, വാഴയ്ക്കപ്പം, പിന്നെ ബജ്ജി ഐറ്റംസ് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് ഇവിടെ. ഉള്ളി അവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മീനൂട്ടി ഒരു ഉഴുന്നുവട എടുത്തു, നമ്മുടെ വാവച്ചിക്കുട്ടി ഒരു ഉള്ളിവട എടുത്തു കേട്ടോ. ഞാൻ ഒരു ബജ്ജി കൊടുത്തു. ഇപ്പോൾ കൊള്ളാം, അടിപൊളി തന്നെയാണ്. ചായ ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ചായ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു, നമ്മൾ ചെന്നപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. മീനൂട്ടിക്കും ഉഴുന്നുവട അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് നേരം മാറി നിന്നു. അവർ ഒഴിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ശല്യപ്പെടുത്താൻ പോയില്ല. അവർ പതുക്കെയൊക്കെ ഒഴിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ മീനൂട്ടി ഞാനും കൂടെ ഒന്ന് കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോഴിതാ ചായ കൊണ്ടുവന്നു. ആ ചേട്ടൻ ചായ കൊണ്ടു തന്നു. ഒരു ചേട്ടനും ചേച്ചിയാണ് കേട്ടോ. നമ്മൾ വളരെ അവരുടെ അന്നന്നേക്കുള്ള അന്നത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സംരംഭം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ കൊള്ളാം, നല്ല ഫുഡെല്ലാം അന്ന് നമ്മുടെ ഈ കടി ഐറ്റംസ് എല്ലാം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ചായ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം കൊണ്ടും നമുക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വന്ന് പോകുന്നുണ്ട്. പിന്നെ കൂട്ടുകാർ നിങ്ങളുടെ ശ്രദ്ധിക്കുക, നമ്മളിതുവരെ ഉള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണുണ്ട്. അപ്പോൾ നമ്മുടെ എതിരെ പോകുന്ന വഴിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിതിപ്പോൾ MGM സ്കൂളിൽ കഴിഞ്ഞിട്ട് കിടുമാറ്റോട്ട് പോകുമ്പോൾ വലത് സൈഡാണ് കേട്ടോ. പോലീസ് സ്റ്റേഷനൊക്കെ എത്തുന്നതിന് മുമ്പ് അവിടെയാണ് ഈ തട്ടുകട. ഈ കടയിൽ കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്ന് പറഞ്ഞാൽ അവർ ചമ്മന്തിക്കറിയൊക്കെ ഉണ്ട്. നമ്മുടെ എല്ലാ കടിയുടെയും കൂട്ടത്തിൽ ചമ്മന്തിക്കറി അവർ വെച്ചിട്ടുണ്ട്. നമ്മൾ തമിഴ്നാടൻ സ്റ്റൈൽ അത് തന്നെയാണ് അവർ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരാണല്ലോ ഇവിടെ ചമ്മന്തിക്കറിയും കടിയൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ആ ചമ്മന്തി കറിയൊക്കെ കൂട്ടി നമുക്ക് അടിപൊളിയായിട്ട് നമുക്കിവിടെ ചായ കുടിക്കാം. ഇരിക്കാനുള്ള സൗകര്യമൊന്നുമില്ല, എന്നാലും നമുക്ക് നിന്ന് ചായ കുടിക്കാൻ സ്ഥലവും കാര്യങ്ങളുണ്ട്. നല്ല തണലാണ്. വണ്ടി ഒതുക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. ഇപ്പോൾ വണ്ടി ഒതുക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. എല്ലാവരും വരുന്ന ആൾക്കാർ നല്ല ഓഫീസേഴ്സൊക്കെ, ഒരുപാട് കൂടിയ ഓഫീസേഴ്സൊക്കെ വന്ന് ഇറങ്ങിയായിരുന്നു നമ്മളവിടെ വന്ന സമയത്ത്. ഏതൊക്കെ ഗവൺമെൻറ് സ്റ്റാഫുകളൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും നല്ല സപ്പോർട്ടാണ്. അവരെല്ലാവരും വന്ന് ഇവിടെ വന്ന് ചായ കുടിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാവരും ആ ചേച്ചി പറഞ്ഞാണെല്ലാം നമ്മൾ അത് സപ്പോർട്ടായിട്ട് തന്നെ അടുത്തുള്ള സ്റ്റേഷനിൽ നിന്നൊക്കെ അവരൊക്കെ വന്ന് ചായ കുടിക്കാനൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ ചായയൊക്കെ കുടിച്ച് ഒന്ന് പുറത്തിറങ്ങിയിട്ടെന്നുള്ള വീഡിയോ. അത് ആ കറക്റ്റ് റോഡ് സൈഡ് തന്നെയാണ് ഈ കട ഇരിക്കുന്നത്. റോഡിൽ കൂടി ചേർത്ത് തന്നെയാണ് നമ്മളൊരു ചെറിയൊരു തട്ട്. മുൻപൊക്കെ ഇവിടെ കച്ചവടം കുറവായിരുന്നു. ഇപ്പോഴും കുഴപ്പമില്ലയെന്ന് ചേച്ചി പറഞ്ഞായിരുന്നു. ചേട്ടന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഇത്തിരി ഒരു പരുവത്തിന് കച്ചവടമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ തൊട്ടടുത്ത് നമ്മുടെ തമിഴ് സഹോദരരുടെ ഒരു ചെറിയൊരു കടയും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ നമ്മൾ പറയുന്നതിനപ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിലും തമിഴ്നാട്ടിലുള്ളവരാണെങ്കിലും പറഞ്ഞിട്ട് അവർ ജീവിക്കാനാണല്ലോ ഇങ്ങനെ ഒരു ഇത്. അപ്പോൾ വലിയ ഹോട്ടലിലൊക്കെ കയറുന്ന ആൾക്കാരുടെ ശ്രദ്ധിക്കും, നിങ്ങൾ ഇങ്ങനെയുള്ള കടകളിൽ കയറുകയാണെങ്കിൽ അത് അവർക്ക് അന്നന്നേക്കുള്ള അന്നത്തിലുള്ളതാവും അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ശുഭദിനം.